ഒറ്റ കാര്യം മാത്രമേ ഞങ്ങളോട് ഞങ്ങളുടെ ബിന്ദുമാധവ് സാറ് പറഞ്ഞുള്ളൂ. കാര്യം ദി ബെസ്റ്റ് സ്വർണം ഏതാണെന്ന് ആര് ചോദിച്ചാലും നമുക്കറിയാൻ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഭീമ. അതുകൊണ്ട് ബിന്ദുമാധവ് സാറ് പറഞ്ഞു ഏറ്റവും ദി ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇന്ന് ഇവൻറ്റിന് കൊണ്ടുവരാവൂന്ന്. അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് ലഭിക്കാവുന്നതിൽ ദി ബെസ്റ്റ് സ്റ്റാൻഡപ്പ് കൊമേഡിയനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിതാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൺ സ്റ്റേജ് ഒത്തിരിയധികം സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു സുനീഷ് വരനാട്. സുനീഷ് ഹൃദയത്തിൽ ഒരുപാട് നന്മയും മനസ്സിൽ സ്നേഹത്തിൻ്റെ വിശ്വാസവും എന്നും കാത്തുസൂക്ഷിക്കുന്ന സ്വർണത്തെ പോലെ, സ്വർണത്തിൻ്റെ വില പോലെ ബ്ലൂ ഡയമണ്ട്സിൻ്റെ വിലയും കേരളത്തിൽ കുതിച്ച് ഉയരുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ ഈ എളിയ കലാകാരൻ്റെ സ്നേഹോഷ്മളമായ ഹൃദയം നിറഞ്ഞ ഹൃദയം തൊട്ട കുപ്പുകൈ. കുറച്ചുകൂടെ നല്ലൊരു കൈയടിയാവാം. വെറുതെ നമ്മൾക്ക് ആലപ്പുഴയുടെ പേര് കളയേണ്ട കാര്യമില്ല. നല്ല കൈയടികളാണല്ലോ ഒരു കലാകാരനെ മിക്കവാറും കുറച്ചുകൂടി ഒരു ആവേശം ഉണ്ടാക്കുക. ഏറ്റവും വലിയ കാര്യം ഫാസിൽ സാറിനെ പോലെ, നെടുമുടി വേണുചേട്ടനെ പോലെയൊക്കെ മിമിക്രിയുടെ ആദ്യകാല രൂപങ്ങൾ അവതരിപ്പിച്ചിരുന്ന ബ്ലൂ ഡയമണ്ട്സിൻ്റെയൊക്കെ വേദിയിൽ അതിൻ്റെ 50 വർഷം തികയുന്ന ആഘോഷ ചടങ്ങിനിടയിൽ എന്നെപ്പോലൊരു കലാകാരനൊക്കെ ഇങ്ങനൊരു സ്റ്റാൻഡപ്പ് ഷോയൊക്കെ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നത് അഭിമാനമായി കാണുന്നു, ഭാഗ്യമായി കാണുന്നു. അതിനപ്പുറം കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ നമുക്ക് മൊത്തം വികസനമാണ്. അതുകൊണ്ട് കേരളം മുഴുവൻ വികസിക്കുന്നത് പോലെ ഞാനിവിടെ ഒരു വികസന പ്രവർത്തനത്തിനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ മുഖത്ത് ഉള്ള 2 ഇഞ്ച് വലിപ്പമുള്ള ചുണ്ട് 4 ഇഞ്ചാക്കിയും 6 ഇഞ്ചാക്കിയും 8 ഇഞ്ചാക്കിയും വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വികസന പ്രവർത്തനത്തിൽ നിങ്ങളും എന്നോടൊപ്പം പങ്കുചേരും, കൂടും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടി ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു വികസന പ്രവർത്തനത്തിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. വികസന പ്രവർത്തനത്തിലേക്ക് സ്വാഗതം. എനിക്ക് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഒരു ദിവസത്തേക്ക് ജയിലിലിടുന്നതെന്ന് അറിയില്ല. എന്നെ പുറത്തിറക്കാൻ, ജാമ്യത്തിലിറക്കാൻ രാഷ്ട്രീയക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് പറയണമെന്ന് ആലോചിച്ചപ്പോൾ 50 വർഷമാണ് ബ്ലൂ ഡയമണ്ട്സിൻ്റെ വളർച്ച. അപ്പോൾ 50 വർഷത്തെ കേരളത്തിൻ്റെ ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ കരുതുന്നത്, കുറച്ച് സമയം കൊണ്ട്. 50 വർഷത്തെ കാര്യം പറയുമ്പോൾ ആദ്യം കേരളത്തെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും. 50 വർഷം മുൻപ് കേരളം നമ്മൾ കണ്ടാൽ നിങ്ങളെ ഞാൻ ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ ഭൂപടം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കുട്ടികൾക്ക് വരെ ഓർമ്മയുണ്ടാവും. നമ്മുടെ ഭൂപടം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ആ ഭൂപടം പാവയ്ക്ക പോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു ഭൂപടമാണ്. ആ ഭൂപടത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? 50 വർഷം മുമ്പ് ഇരിക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 2 പ്രളയവും കോവിഡും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആ ഭൂപടത്തെ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ലിവർ സിറോസിസ് വന്നതിന് ശേഷം റോഡിൻ്റെ സൈഡിൽ പിച്ചക്കാർ കിടന്ന് വിളിക്കുന്നത് പോലെ, ആ ഭൂപടം കിടന്ന് വിളിക്കുന്ന പോലെയാണ്. ഇങ്ങനെയാണ്. കൈ കാലാവധിയില്ലാത്തവനാണ് ദൈവമേ എന്തെങ്കിലും തരണേ, അമ്മോ അമ്മോ അമ്മകമ്മകമ്മോ. KSRTC നഷ്ടത്തിലാണ് ദൈവമേ എന്തെങ്കിലും തരണേ, അമ്മോ അമ്മോ അമ്മകമ്മകമ്മോ. അങ്ങനെയാണ് ആ ഒരു ഭൂപടത്തിൻ്റെ അവസ്ഥ. കാരണം നമ്മൾ പറയും ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറയും. എന്തുകൊണ്ടാണ് ഇതിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ, രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ പെട്രോളിന് വില കൂടി ദൈവമേ, ഡീസലിന് വില കൂടി ദൈവമേ, 3-ാമത്തെ പേജിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ചു ദൈവമേ. നമ്മൾ 14 പേജ് പത്രം വായിച്ച് തീരുമ്പോൾ 20 പ്രാവശ്യം ദൈവത്തെ വിളിക്കും. കേരളത്തിൽ മുഴുവൻ രാവിലെ മുതൽ രാത്രി വരെ ഈ വാർത്ത കേട്ട് ദൈവമേ 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 എന്ന് വിളിച്ച് ദൈവത്തിന് സ്വൈര്യം കൊടുക്കാത്ത നാടായതുകൊണ്ടാണ് ഇതിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പേരിട്ടത്. അങ്ങനെ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈയടി തരണം. കാരണം അങ്ങനത്തെ ഒരു നാടിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ നാടിനെക്കുറിച്ച് ഇവിടെ നിന്ന് പറയുമ്പോൾ നമ്മൾ ഈ 50 വർഷം കൊണ്ട് ഒരുപാട് മാറ്റം നമുക്കുണ്ടായി. 50 വർഷം മുമ്പ് നമ്മുടെ അപ്പൂപ്പന്മാർ പറഞ്ഞിരുന്നത് എൻ്റെ പെണ്ണ് പെറ്റു എന്നാണ്. അങ്ങനെ ഒരു മലയാളം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിച്ചു, തകഴി വന്നു, കയറ് വന്നു, അങ്ങനെയൊക്കെ വന്നു. നമ്മുടെ സാഹിത്യമൊക്കെ വായിച്ചപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞത് എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്നായി. പുള്ളി കുറച്ചുകൂടെയൊക്കെ സാഹിത്യം കയറ്റി. ഞാൻ പറഞ്ഞത് ഇന്നലെ എൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഇംഗ്ലീഷും കൂടെയൊക്കെ ചേർത്തു. ഇപ്പം നമ്മുടെ പുതിയ പിള്ളേർ പറയുന്നത് ഇന്നലെ എൻ്റെ വൈഫ് ഡൗൺലോഡ് ചെയ്തു എന്നാണ്. കാരണം ഇപ്പോൾ പിള്ളേർക്ക് മൊത്തം ഡൗൺലോഡിങ്ങേ ഉള്ളൂ. അവർക്ക് ഡൗൺലോഡിങ്ങേ അറിയാവുള്ളൂ. പണ്ട് നമ്മളൊരു പയ്യനോട് പറയാം എടാ പോയി വല്ലതും മേടിച്ചോണ്ട് വാടാ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയി സാധനം മേടിച്ചോണ്ട് വരും. ഇപ്പം നമ്മുടെ മക്കളോട് പറയാമോ അവിടെ പോയി ഒരു കാര്യം ചെയ്യടാ എന്ന് പറഞ്ഞാൽ ആദ്യം നിൽക്കും. ഇവന്മാരാ ഡൗൺലോഡ് ചെയ്തൊന്ന് കറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. ആ ഡൗൺലോഡാണ്, അതിങ്ങനെ കറങ്ങി വരുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡിലേക്ക് മാറുമ്പോൾ കേരളത്തിൽ എന്തൊക്കെ മാറി എന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയിൽ ഞാൻ വിചാരിക്കും നമ്മുടെ ഭാഷ മാറി. ഭാഷയിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നതെങ്കിൽ നന്നായി
നല്ല ഭാഷ പറഞ്ഞിരുന്ന ഒരാളിൽ നിന്നും ഇപ്പം PC ജോർജ് വരെ എത്തിയത് കൊണ്ട് ഞാനൊരു നല്ല ഭാഷ പറയുന്ന ആളിലേക്ക് പോവുകയാണ്. കുറേ വർഷം മുൻപ് കേരളത്തിൻ്റെ എല്ലാ വേദികളിലും പ്രസംഗിച്ച് നടന്നിരുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞ ഭാഷയുടെ മാറ്റത്തിൽ നല്ല മലയാളം പറഞ്ഞിരുന്നയാൾ. നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. ആളെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആളെ മനസ്സിലായാൽ നിങ്ങൾ കൈയടിക്കണം. അദ്ദേഹം പറഞ്ഞിരുന്ന ഭാഷ ഇങ്ങനെയായിരുന്നു. അദ്ദേഹം മൈക്ക് കെട്ടിയാൽ ഇപ്പം ഇവിടെ വന്ന് നിന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ പറയുന്നത് ഇങ്ങനെയാവും: ഇത് ഈ ആലപ്പുഴയായതുകൊണ്ട് ഞാൻ ഒന്ന് അത്ഭുതപ്പെടുകയാണ് കേട്ടോ. കാരണം ഈ മൈക്ക് ഇതിനു മുമ്പ് PC ജോർജ് എങ്ങാനും പ്രസംഗിച്ച മൈക്കാണെങ്കിൽ പ്രിയ മൈക്ക് സെറ്റുകാരാ, ഈ മൈക്ക് എനിക്ക് വേണ്ട കേട്ടോ. കാരണം അത്രയും വിഷമാണ് പല ആളുകൾ ഈ വേദിയിൽ പ്രസംഗിക്കുന്നൊരു കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ കേട്ടോ. ഞാൻ ഏതാണ്ട് 86 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളാണ്. അതിന് കാരണം എന്താണെന്ന് ഇവിടെ പലരും അത്ഭുതപ്പെടുന്നുണ്ടാവും. അതിനൊറ്റ കാരണമേ ഉള്ളൂ: ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു കേട്ടോ. കാരണം വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഏതാണ്ട് 50 വയസ്സ് കഴിയുമ്പോഴേ തട്ടിപ്പോവേനെ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇവിടെ വിവാഹം കഴിഞ്ഞ പലരെയും ഞാൻ അത്ഭുതത്തോടെ നോക്കുകയാണ്. കാരണം കോവിഡ് കാലത്ത് സ്വന്തം ഭാര്യയുടെ മുഖത്ത് മാത്രം നോക്കി എങ്ങനെയാണ് 2 വർഷം നിങ്ങൾ കഴിച്ചു കൂട്ടിയത് എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ അത്ഭുതത്തിന് നീളം കൂടുകയാണ്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് വളരെയധികം ഗവേഷണം നടത്തിയ ആളാണ്. ഒരിക്കൽ ഈ എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിൽ എങ്ങനെയാണ് ടെൻസിങ് എത്തിയത് എന്ന് ഞാൻ അന്വേഷിച്ചു. അദ്ദേഹം സ്വന്തം ഭാര്യയുമായി വഴക്കിട്ട് ഒരു ദിവസം നല്ല വഴക്ക് രണ്ടുപേരും കൂടി നടത്തി. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ടെൻസിങ് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യയിൽ നിന്നും എന്തുമാത്രം അകലെ പോകാമോ, ഏതാണ്ട് 8848 മീറ്റർ ഉയരെ വരെയാണ് ആ മനുഷ്യൻ പോയത് കേട്ടോ. അവിടെ ചെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലാണ്. ഭാര്യ ഉടൻ തന്നെ പറഞ്ഞത്, താഴോട്ട് ഇറങ്ങി വാ, വെച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ. പലപ്പോഴും ഈ ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയാണ് കോവിഡ് കാലത്ത് ഇതൊക്കെ കഴിയുക എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ബ്ലൂ ഡയമണ്ട്സ് എന്ന ഈ ഒരു ഗാനമേള സമിതിയുമായി എനിക്കൊരു ബന്ധമുണ്ട്. ഞാനൊരിക്കലും ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മുൻപിലിരുന്ന ഓട്ടോ ഡ്രൈവർ എന്നോട് ചോദിച്ചു, സാർ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രസംഗത്തിന് പോയതാണ് അവിടെ. അതിനുശേഷം ഈ ആലപ്പുഴ ഏഞ്ചൽ വോയിസിൻ്റെ ഗാനമേളയുണ്ട്, അങ്ങനെ എന്തോ ആണ് ഞാൻ പറഞ്ഞത്. ഉടനെ ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, താങ്കൾക്ക് തെറ്റി, ഇത് ഏഞ്ചൽ വോയിസ് അല്ല, അത് ആലപ്പുഴയാണെങ്കിൽ അത് ബ്ലൂ ഡയമണ്ട്സ് ആണ്, അങ്ങനെ ഒരു സമിതിയെ അവിടെ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അല്ല, അത് ഏഞ്ചൽ വോയിസ് ആണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, അല്ല, ഇത് ബ്ലൂ ഡയമണ്ട്സ് ആണ്. ഞങ്ങൾ തമ്മിൽ നല്ല തർക്കമുണ്ടാവുകയും അയാൾ ഓട്ടോറിക്ഷ ഒരു സൈഡിൽ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഇറങ്ങ്, താങ്കളെ ഞാൻ ഇനി കയറ്റണമെങ്കിൽ താങ്കൾ സമ്മതിക്കണം, ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് ആണ്, അല്ലാതെ മൂവാറ്റുപുഴയല്ല. നിങ്ങളത് വളരെ വിശദമായി പറഞ്ഞു. അവസാനം ഞാൻ ആ തർക്കത്തിൽ പങ്കുചേരാതെ ഞാൻ പറഞ്ഞു, ശരി, സമ്മതിച്ചിരിക്കുന്നു, ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് ആണ്, എന്നാൽ കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. അത്ര വിശ്വാസവും ഇഷ്ടവുമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ സംഗീത പ്രേമികൾക്ക് ബ്ലൂ ഡയമണ്ട്സിനോടെന്ന് അന്ന് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും. കയ്യടി കുറച്ചുകൂടെയൊക്കെ ആവാം, ഞാൻ ഇത്ര നേരം സംസാരിച്ചില്ലേ. കയ്യടികളാണ് നമ്മുടെ ജീവിതം. സത്യത്തിൽ ആ ഭാഷയൊക്കെ പോയി അല്ലേ. ഇപ്പോൾ ഭാഷ എന്താണ്? ഇപ്പോൾ ഫാസിൽ സാറ് കുറച്ചും ഉണ്ടായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്നും ഇപ്പം മലയാള സിനിമ ചുരുളി വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാടിങ്ങനെ മാറി മാറി. ഭാഷ പറയുമ്പോൾ ആലപ്പുഴക്കാരെ കുറിച്ച് നമ്മൾ പറയും ഏതാ ജില്ല എന്ന്. ഞാൻ ചേർത്തലക്കാരനാണ്. എന്നോട് ചോദിച്ചാലും നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് ആലപ്പുഴ എന്നാണ്. നമുക്ക് വ്യക്തതയുണ്ടായിരുന്നു ആലപ്പുഴ. ഇപ്പം മാറി. ഇപ്പോൾ വാട്സപ്പിൽ മറ്റേ 1x2, 2x2 ഒക്കെ നമ്മൾ മാറ്റി കയറാം. നമ്മൾ സ്പീഡായി. എവിടെ ഇപ്പോൾ ഏടാ ജില്ല? നമ്മൾ പറയും ആലപ്പുഴ. എന്തോ ആലപ്പുഴ? ഓ ആലപ്പുഴ. നമ്മൾ ആലപ്പുഴയെന്നേ കേൾക്കുന്നവൻ ആലപ്പുഴയെന്നേ കേൾക്കൂ. നമുക്ക് കാടും മലയില്ലാതെ പഴച്ചുപോയ നാടാണെന്ന് നമുക്കറിയാം. എന്നാലും ആലപ്പുഴ എന്നാണ് ഇപ്പോൾ ഈ വാട്സപ്പിലെ സ്പീഡിൽ കേൾക്കുന്നത്. മുല്ലക്കൽ ഭഗവതിയുടെ മുൻപിൽ നിന്നുകൊണ്ടൊരു ആലപ്പുഴക്കാരൻ വേറെ ആലപ്പുഴക്കാരനോട് ചോദിച്ചൊരു പഴയൊരു സംശയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശ്രീകോവിലിനകത്തേക്ക് നോക്കിയിട്ട് ഈ ആലപ്പുഴക്കാരൻ മറ്റേ ആലപ്പുഴക്കാരനോട് ചോദിച്ചു, എടാ മുല്ലക്ക ഭഗവതി ഉണ്ടല്ല, ആ മുല്ലക്ക ഭഗവതി, എടാ അത് എനിക്കൊരു ഡൗട്ട്. നിനക്ക് എന്താണ് ഡൗട്ട്? എടാ മുല്ലക്ക ഭഗവതി വിഷ്ണുവാണാ ശിവനാണ്? ഇവിടെ മറ്റേ പുള്ളി മറുപടി പറഞ്ഞു, എടാ നീ കൊമ്പ് കണ്ട് തുമ്പിക്കൈ കണ്ട് അതാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവരാണ് നമ്മളെന്നാണ് മറ്റുള്ള ജില്ലക്കാർ നമ്മളെ കളിയാക്കുന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് എറണാകുളത്ത് ചെല്ലുമ്പോൾ എറണാകുളത്തും ഭാഷ മാറി. ഈ 50 വർഷം കൊണ്ട് എറണാകുളത്തെ ഭാഷ മാറിയത് ഞങ്ങൾ, നിങ്ങൾ, നമ്മൾ എന്ന് പറയാതെ നിങ്ങാണമ്മ എന്നാണ്. ഞങ്ങാങ്ങാട് പോണേണ് നിങ്ങൾ നമ്മ എന്തിയാനാണ് ഇള്ളില്ല. അവിടെ ഇൾ എന്ന അക്ഷരം എവിടെയോ പോയി. അവിടുന്ന് കിഴക്കോട്ട് പോയാൽ ഒരു ഇറ് കയറി. പോയാർന്നോ, വന്നാർന്നോ, നിന്നാർന്നോ, ഇരുന്നാർന്നോ, കിടന്നാർന്നോ, അങ്ങനെയായി. തൃശ്ശൂരിൽ ടായാണ്. ഇതൊന്നുമില്ലാത്ത അക്ഷരമാണ് ട.
തൃശ്ശൂരിൽ ഉത്സവ സ്ഥല സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അമിട്ടാ പൊട്ടി മേലുട്ടാ പോയി എന്തുട്ടാ രസം എന്നാണ് ഒറ്റ വാചകത്തിൽ 3 ടായൊക്കെ പറയും. തൃശ്ശൂരിൽ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലായിടത്തും ബംഗാളികളാണ്, ബീഹാറികളാണ്. തൃശ്ശൂർ ജോലി ചെയ്യുന്ന ബംഗാളികൾ ഹിന്ദിയൊക്കെ പറയുന്നത് തൃശ്ശൂർ സ്റ്റൈലില്ല. അങ്ങനെയായി. ഞാൻ തന്നെ പേടിച്ച് ഞെട്ടിപ്പോയി. ഇവന്മാരെന്താ ഇങ്ങനെ പറയുന്നത്? അങ്ങനെയൊക്കെ ഇവര് ഹിന്ദിക്കാർ വരെ അങ്ങനെ പറയുന്നത്. ഒരിക്കൽ നമ്മുടെ ഈ ആലപ്പുഴയിൽ ഇരുന്ന ഒരു ജഡ്ജി തൃശ്ശൂരിലിരുന്നു. കോടതിയിൽ സാക്ഷി വന്നു, വാദി വന്നു, പ്രതി വന്നു. നമ്മുടെ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജിയാണ് ആലപ്പുഴയിലുള്ള അദ്ദേഹം. അദ്ദേഹം ചോദിച്ചു സാക്ഷിയോട്, താങ്കൾ എന്താണ് കണ്ടത്? താങ്കൾ എന്താണ് കണ്ടത്? നമ്മുടെ ഭാഷ. ഉടനെ തൃശ്ശൂർകാരൻ പറഞ്ഞു, ഈ സാക്ഷി, സാറേ ഞാൻ നോക്കുമ്പോൾ ഈ ചുള്ളനെ ജാതി മത ഇഷ്ട നമുക്കൊന്നും മനസ്സിലാവാത്തതുപോലെ ആലപ്പുഴക്കാരനായ ജഡ്ജിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, താൻ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറ. ഉടനെ സാക്ഷി പറഞ്ഞു, എൻ്റെ സാറേ ഞാൻ നോക്കുമ്പോൾ ഈ ചുള്ളനെ ജാതി മത ജഡ്ജി പറഞ്ഞു, ഈ വാദിയും പ്രതിയും വെറുതെ വിട്ടു. ഈ സാക്ഷിയെ 6 മാസം കഠിന തടവ് ശിക്ഷിച്ചു. മലയാളം പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അതാണ് തൃശ്ശൂർ. തൃശ്ശൂർ നിങ്ങൾ മലപ്പുറത്ത് നമ്മൾ പുഴയില്ല, പൊയ വഴിയല്ല, വൈ വാഴപ്പഴമല്ല, വായപ്പയം, മഴ പെയ്ത് വൈയൊക്കെ കൊയകൊയാന്നായി വാ എന്ന് മലപ്പുറംകാർ പറയും. മലപ്പുറംകാരുടെ ദേശീയ ഭക്ഷണം കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം മാറി. നമ്മുടെ അരിയും ചോറും ഒക്കെ മാറി പൊറോട്ടയായി. മലപ്പുറത്തുകാരുടെ പൊറോട്ട നിങ്ങൾ ഏത് രാത്രി ചെന്നാലും കിട്ടും പൊറോട്ട. ഞങ്ങൾ പരിപാടിയും കഴിഞ്ഞ് ഒരിക്കലും രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ കാലിലെ വള്ളി ചെരുപ്പാണ്, വള്ളി പൊട്ടിപ്പോയി. എന്തു ചെയ്യുമെന്നറിയില്ല, വള്ളി പൊട്ടിയ ചെരുപ്പ് വിട്ട് എങ്ങനെ നടക്കും? പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ല, കാരണം മലപ്പുറത്തായത് കാരണം ഒരു തട്ടുകടയിൽ ചെന്നു, ഒരു പൊറോട്ട മേടിച്ചു, വള്ളിയായിട്ടിട്ടു, 6 മാസം ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിച്ചു. അതാണ് മലപ്പുറത്തുകാരുടെ പൊറോട്ട. കോഴിക്കോട് എന്ന് കഴിഞ്ഞാൽ കോഴിക്കോട്ടുകാർ അവർ ഭാര്യയെ വിളിക്കുന്നത് പെണ്ണുങ്ങൾ എന്നാണ്. അങ്ങനെയാണ് അവരെ നമ്മളൊക്കെ ഭാര്യ എന്ന് പറയുള്ളൂ. അവരെ പെണ്ണുങ്ങൾ എന്നാണ് പറയുക. ഞാൻ കല്യാണം കഴിഞ്ഞ കാലത്ത് എൻ്റെ ഭാര്യയുമായി കോഴിക്കോട് ചെന്നു. അപ്പോൾ കോഴിക്കോട്ടൊരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, നീ പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ലേ? എൻ്റെ ഭാര്യ എന്നോ ഒരു നോട്ടം, ഇയാൾക്ക് ഇവിടെ നേരത്തെ വേറെ വല്ല പരിപാടിയായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചെ, ഇവിടെ ഭാര്യ എന്ന് പറയില്ല, പെണ്ണുങ്ങൾ എന്നാണ് പറയുക. അതുകൊണ്ടാണ് അതുങ്ങൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ കോഴിക്കോടിൻ്റെ ഭാഷയും അങ്ങനെയാണ്. പക്ഷേ കോട്ടയം ജില്ലയിൽ പഴയ ജോൺ എബ്രഹാം എന്ന ആലപ്പുഴയിലും ഒക്കെ നമ്മുടെയൊക്കെ അഭിമാനമാണ് ജോൺ എബ്രഹാം സംവിധായകൻ. അദ്ദേഹം കോട്ടയത്തെക്കുറിച്ച് പറഞ്ഞത്, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ 2 പേർക്ക് വെളിവുണ്ടാകുന്ന നഗരമാണ് കോട്ടയം എന്നാണ്. ഒന്ന് PT ചാക്കോയുടെ പ്രതിമ, 2 മഹാത്മാഗാന്ധിയുടെ പ്രതിമ. ബാക്കി എല്ലാ അച്ചായന്മാരും അടിച്ച് അത്യാവശ്യം കോൺതിരിഞ്ഞ് നടക്കുകയായിരിക്കും. എന്നിട്ട് സമയമായില്ല, പറയാം, അവിടെ ഇരുന്നോ. അപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് നമ്മൾ യാത്ര ചെയ്ത് തിരുവനന്തപുരം എന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ തലസ്ഥാന നഗരി എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാള ഭാഷയിലെ ഏറ്റവും നല്ല വാക്ക് ഏതെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും സംശയമില്ലാതെ പറയണം, നമ്മുടെ ഭാഷയിലെ ഏറ്റവും നല്ല വാക്കാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ. പക്ഷെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ് 8 കൊല്ലമായിട്ട് ആ വാക്കില്ല. പകരം ഉണ്ടൊരു തള്ളയെന്നേക്ക് സോങ്ങളെ, നീ തള്ളയാണ്, അമ്മയില്ല അവിടെ. അപ്പി എന്നല്ല എന്താ അർത്ഥം? ഇതല്ലേ നമ്മുടെ നാട്ടിൽ കുട്ടികളെ കാലും വേദ അമ്മയുടെ അപ്പിയുടെ കണ്ണ. തിരുവനന്തപുരത്ത് അപ്പി എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ അപ്പികളെന്നാണ് വിളിക്കുക. ഒരിക്കലും നമ്മൾ ചേർത്തല ഭാഗത്ത് നിന്ന് കല്യാണത്തിന് തിരുവനന്തപുരത്ത് പോയി, ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരാ, പെണ്ണിൻ്റെ വീട്ടുകാർ നമ്മളെ ചെന്നുടനെ എന്നെ സ്വീകരിക്കാൻ വെള്ളമൊക്കെ കലക്കി തന്നു. എന്നിട്ട് യാത്ര അവിടുത്തെ കാരണവർ ചോദിച്ചു, യാത്രകളൊക്കെ സുഖങ്ങളായിരുന്നു? ഒരു ചേട്ടാ സുഖമായിരുന്നു. വെള്ളം തന്നിട്ട് പറഞ്ഞു, വെള്ളങ്ങളൊക്കെ കുടിക്കണം, ഇവിടുത്തെ അപ്പികളൊക്കെ കലക്കിയ വെള്ളങ്ങൾ തന്നെ കുടി. നമ്മളെല്ലാവരും പോയാൽ കുഴപ്പം. എന്താ ഏട്ടാ പറഞ്ഞത്? വെള്ളങ്ങൾ അപ്പികൾ കലക്കിയത് കുടിയടേ. എനിക്ക് പിന്നെയും കുറേ കാലം മനസ്സിലായില്ല. ഞാൻ പെണ്ണ് കാണാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് പോയപ്പോഴും പെണ്ണ് നല്ല മഞ്ഞ നിറത്തിലുള്ള വെള്ളമായിട്ട് വന്നു. ഉടനെ പെണ്ണിൻ്റെ അച്ഛൻ പറയാ, അപ്പികൾ കലക്കിയത് തന്നെ കുടി. അന്ന് വിട്ടതാണ് തിരുവനന്തപുരത്ത് നിന്ന്, പിന്നെ ആ ഏരിയ പോയിട്ടില്ല. കുട്ടികൾ കലക്കി വെച്ച വെള്ളം എന്നാണ് പറയുക. അപ്പോൾ പല ജില്ലയ്ക്ക് പല ഭാഷയെങ്കിലും നമ്മൾ പൂർണ്ണമായും മലയാളികൾ ഇനി നന്നായി മലയാളം പറയുന്ന ഒരാളിലേക്ക് ഞാൻ വരുന്നു. ആലപ്പുഴയിൽ നിന്നുകൊണ്ട് പറയാം, 50 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ആളെ മറക്കാനാവില്ല. ആലപ്പുഴയുടെ തന്നെ സ്വന്തം ആളാണ്. ഞാൻ ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള ആളുകളെക്കുറിച്ച് പറയുള്ളൂ. നല്ലപോലെ സംസാരിക്കുന്നയാൾ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം വരുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 50 വർഷക്കാലമായി ഇപ്പോൾ പല രീതിയിൽ ആളുകളെ വിസ്മയിപ്പിച്ചുള്ള ഗാനങ്ങൾ പാടിക്കൊണ്ട് മുന്നേറുന്ന ബ്ലൂ ഡയമണ്ട്സ്, ബ്ലൂ ഡയമണ്ട്സ്, ബ്ലൂ ഡയമണ്ട്സ്. അതിൻ്റെ 50ാം വാർഷികത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ കേരയിൽ പ്രശ്നങ്ങളാണല്ലോ. സിൽവർ ലൈനിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ഥലത്ത് നിന്നും ഭൂപടത്തിൽ മാപ്പ് രേഖപ്പെടുത്തി കുറ്റിയിട്ട് വരുമ്പോൾ ചില ആളുകളുടെ
ചില വലിയ ആളുകളുടെ വീടിൻ്റെ സമീപത്തെത്തുമ്പോൾ അല്ലു അർജുൻ്റെ സിനിമയിലെ പുഷ്പ സിനിമയിലെ പാട്ട് പോലെ വളയുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പാട്ടിതാണ്, കണ്ണിൽ കർപ്പൂര ദീപങ്ങൾ. ഒരു വളവ് വരുന്നുണ്ടെന്ന് പലരും പറയുന്നു. ഇതെങ്ങനെ ടി വി വന്നാലും ഞാൻ റിമോട്ട് കയ്യിലെടുത്ത് പണ്ട് ശബ്ദം മ്യൂട്ട് ചെയ്യുമായിരുന്നു. അപ്പം നല്ല ചാക്കാറൂത്ത് കാണാം. ഒരിക്കൽ ഞാൻ പുന്നപ്രയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഫ്രണ്ടിലുണ്ട്. ഞാൻ ചോദിച്ചു, സഖാവ് എങ്ങനെയുണ്ട് എൻ്റെ പരിപാടി? എന്തൊക്കെ ചോദിച്ചു, നിനക്ക് കാശ് കിട്ടുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ട്. അയക്കോ, നിന്നെപ്പോലെ കുറേ എണ്ണം ഉണ്ടല്ലോ ടി വിയിൽ എന്നെ വിറ്റു ജീവിക്കുന്നവർ. അതാണ് ഭരണാധികാരിയും അല്ലേ, ഇത് രസമുള്ള ആൾ. ഇനി ആലപ്പുഴയുടെ തന്നെ വേറൊരാൾ, ഞാൻ ഈ ഭാഷ പറഞ്ഞതുകൊണ്ട് മലയാളം പറയുന്നത് പോലെ ഇംഗ്ലീഷ് പറയുന്ന ഒരാളാണ്. ചേർത്തലക്കാരൻ, നിങ്ങൾ എളുപ്പം മനസ്സിലാവും. എനിക്കറിയാൻ പാടില്ല അതെന്ത് ഇംഗ്ലീഷാണ്. അതിഗംഭീരമായ ഇംഗ്ലീഷാണ്, ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഇന്ത്യ ഫേസിംഗ് പ്രോബ്ലംസ്, ഇന്ത്യ ഫേസിംഗ് പ്രോബ്ലംസ്, all Indians are facing lot of problems. In Delhi, Sonia Gandhi facing problems with her son Rahul Gandhi. Not only but also in Kerala, Ummal Gandhi, Ramesh Chennithala and V.D. Sareesan having so much problems. I have no problem. ഞാൻ പപ്പച്ചൻ ചേട്ടനോട് പറയുന്നു, ബ്ലൂ ഡയമണ്ട്സ് ഒരു അത്ഭുതമാണ്. കാരണം 50 കൊല്ലം ഇത് ഗ്രൂപ്പില്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. സാധാരണ ഒരു ട്രൂപ്പ് തുടങ്ങിയാൽ 5-ാം ദിവസം ഗ്രൂപ്പ് ബ്ലൂ ഡയമണ്ട്സ് മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങി. ഞങ്ങളുടെ പാർട്ടിക്കാരും അതിൻ്റെ അകത്ത് ഇല്ലയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് IAS കിട്ടിയ കാര്യം നിങ്ങൾ അറിഞ്ഞു. ലോകത്തെ ആദ്യമായിട്ട് IAS കിട്ടിയ പാർട്ടി. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പിന്നീട് ഗ്രൂപ്പ് വന്നു. ഇപ്പോൾ സുധാകരനും സതീശനും ചേർന്ന് പുതിയ ഗ്രൂപ്പായി IAS കിട്ടിയ ലോകത്തിലെ ആദ്യത്തെ പാർട്ടിയായി ഞങ്ങൾ വന്നു. ഇവിടെ വില്യംസിൻ്റെ 50-ാം വാർഷികത്തിന് വന്നവരിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എൻ്റെ കയ്യടി പോലും ഗ്രൂപ്പുകാർ ഇതുവരെയും കയ്യടിച്ചിട്ടില്ല എന്ന് പറയുന്നയാൾ നമ്മുടെ ആളാണ്. മുൻ മുഖ്യമന്ത്രി സാറും അങ്ങനെ അയ്യോ അല്ലേ, പഴയ ശബ്ദമൊക്കെ മാറി അദ്ദേഹത്തിൻ്റെ. CC അടയോ എന്നുള്ളതാണ് അതിൻ്റെ CC. CCയിലും ഉണ്ടൊരു CC നാട്ടുഭാഷ അനുസരിച്ച് CC അടയുന്ന പോലാണ്. ഞാൻ എന്തായാലും കുറച്ചാളുകളുടെ പേരുകൾ പറയാം. പറ്റിയ സിനിമാ പേര് അച്ചു മാമ പറയണം. താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പറ്റിയ സിനിമാ പേര് ഞാൻ പറയാം. ആദ്യം എൻ്റെ പേര് ഉമ്മൻചാണ്ടി. തനിക്ക് പറ്റിയ സിനിമാ പേര് മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ ഇതുപോലെ ഒറ്റ പീസേ കാണും, അതാണ്. അപ്പോൾ തനിക്ക് പറ്റിയ പേര് VS അച്യുതാനന്ദൻ. എനിക്ക് പറ്റിയ സിനിമാ പേര് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. അങ്ങനെയാണെങ്കിൽ R ബാലകൃഷ്ണ പിള്ള, മോനെ കൂടെ ചേർത്ത് പറയാം 2 countries. PC ജോർജിന് പറ്റിയ ഒറ്റ സിനിമാ പേരേ ഉള്ളൂ, ചുരുളി. വായെടുത്താൽ തെറിയല്ലേ. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിക്ക് പറ്റിയ സിനിമാ പേര് ഓട്ടോറിക്ഷ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എപ്പോഴാ എങ്ങോട്ടാ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുകയെന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ധനമന്ത്രി KN ബാലഗോപാലിനെ പറ്റിയ സിനിമാ പേര് ഉണ്ട. അതെന്താ? ഖജനാവിലെ കാര്യമാണെങ്കിൽ അതേ പറയാനുള്ളൂ, ഉണ്ട ഒന്നുമില്ല. അപ്പോൾ മോഡിക്ക് പറ്റിയ സിനിമാ പേര് ഭീഷ്മ പർവം. എന്താ അങ്ങനെ പറയുന്നത്? വേറൊന്നും കൊണ്ടല്ല, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ വില ഇങ്ങനെ തോന്നുന്ന പോലെ കൂട്ടിയിട്ട് കാലുമേ കാലും കയറ്റി ഇരുത്തിയിട്ട് പറയും ജനങ്ങളെ നോക്കി ചാമ്പിക്കോ 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 എന്ന്. എന്നാൽ തനിക്ക് പറയാൻ പറ്റാത്തൊരു പേര് ഞാൻ പറയും, പിണറായി വിജയൻ. ഇതിന് പറ്റിയ സിനിമാ പേര് ഞാൻ പറയാം, കനകം കാമിനി കലഹം. അതെന്താണ് അങ്ങനെ? പുള്ളിക്ക് ഉള്ള എല്ലാ കാര്യവും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഭാര്യയുടെ പേര് കമല, കൂട്ടുകാരൻ്റെ പേര് കുടിയേരി, ശത്രുവിൻ്റെ പേര് K സുധാകരൻ, പിന്നെ പറഞ്ഞാൽ ഇഷ്ടമുള്ള വാക്ക് കടക്ക് പുറത്ത്, പിന്നെ K റെയിൽ, K ഫോൺ, എല്ലാത്തിനും മുമ്പിൽ K ഉണ്ടെങ്കിൽ വലിയ ഇഷ്ടം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വന്നൊരാൾ KV തോമസ് മുന്നിൽ K ഉള്ളത് കൊണ്ട് മാത്രം എടുത്തു, ഇല്ലെങ്കിൽ എടുക്കില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ കാര്യം കണ്ടു പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ 50 വർഷത്തെ കേരളത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ ചില മാറ്റങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്.
പണ്ട് ബ്ലൂ ഡയമണ്ട്സ് തുടങ്ങുന്ന കാലത്ത് ഫാസിൽ സാറൊക്കെ ഉള്ള കാലത്ത് വലിയ ചതുരമാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്, നമ്മുടെ വിനോദം. ആ ചതുരം സിനിമാ സ്ക്രീനുകളായിരുന്നു. ആ സ്ക്രീനിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും അച്ഛനും അമ്മയും അയൽവക്കക്കാരനും പണ്ഡിതനും പാമ്പരനും കാശുള്ളവനും ഇല്ലാത്തവനും ഒരുമിച്ചിരുന്ന് ആണ് നമ്മൾ ആ വിനോദം കണ്ടിരുന്നത്. അത് 80കളായപ്പോൾ ചുരുങ്ങി വീട്ടിനകത്തുള്ള ചതുരമായി മാറി, ടെലിവിഷനായി. അപ്പോൾ അയൽവക്കക്കാരനും വലിയവനും ചെറിയവനും എല്ലാം പോയി. എൻ്റെ അച്ഛനും അമ്മയും അമ്മാവനും നമ്മൾ വീട്ടിനകത്തേക്ക് ചുരുങ്ങി. ഇപ്പോൾ 2020 ആകുമ്പോൾ ആ ചതുരം തന്നെയാണ്, ആ ചതുരം വീണ്ടും ചെറുതായി നമ്മുടെ കയ്യിലുള്ള മൊബൈലിൻ്റെ ചെറിയ ചതുരത്തിലേക്ക് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്, നമ്മുടെ വിനോദം മാറുന്നു. കൂടെ ഈ വിനോദത്തിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ ചോയ്സ് കൂടുന്നു. പക്ഷേ നമ്മൾ ചെറുതായിക്കൊണ്ടേയിരിക്കുന്നു, നമ്മളിലേക്ക് ചെറുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ എൻ്റർടൈൻമെൻറ്റുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ചെറുതാവുന്നതിനേക്കാൾ കുഞ്ഞിന് മാഷ് പറയുന്നത് പോലെ ഒന്നായാൽ നന്നാവാം, നന്നായാൽ ഒന്നാവാം എന്ന് പറയുന്ന 2 വരികളിൽ നമ്മൾ ഇത്തരം കൂട്ടായ്മകൾ ചേർന്ന് ഒന്നിച്ചിരിക്കുമ്പോൾ, ഒന്നിച്ചിരുന്ന് വിനോദം കാണുമ്പോൾ, ഒന്നിച്ചിരുന്ന് പാട്ട് കേൾക്കുമ്പോൾ ജാതിയും മതവും സ്നേഹവും വർഗവും വിദ്വേഷവും എല്ലാം മറന്നു ചേരുമ്പോഴാണ് മനുഷ്യൻ എന്ന പദത്തിന് നന്മ എന്ന അർത്ഥം കൂടി ഉണ്ടാകുന്നത്. അപ്പോഴാണ് കല എന്ന വാക്ക് വിജയിക്കുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് നൽകിയ സ്നേഹത്തിന്, പ്രോത്സാഹനത്തിന്, എൻ്റെ സ്റ്റാൻഡപ്പ് തമാശകൾക്ക്, ഈ വികസന പ്രവർത്തനത്തിന് എന്നോടൊപ്പം നിന്നതിന് ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ വിടവാങ്ങുന്നു. എനിക്ക് നൽകിയ കയ്യടി കുറച്ചുകൂടെ നല്ലപോലെ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, എവിടെ? ഇവിടെ കണ്ടില്ല. നിന്റെ മാലക്കണ്ണടാ പൊട്ടാ, ഇങ്ങോട്ട് നോക്കട്ടെ. എവിടെ? ഇവിടെ എൻ്റെ ഇടത്തോ വലത്തോ? ഇടത്തും വലത്തുമല്ല, നീ നേരെ നോക്കടാ പൊട്ടാ. ഇവിടെ എന്താണ്? വാ, മനസ്സിലായോ? ഇവിടെ ഇത്രയും ദൂരത്തൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും വാ. മനസ്സിലായില്ലേ? അവിടെ ആരാണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആളെ മനസ്സിലായെങ്കിൽ കൈയടിക്ക്. അവന് കൊടുത്തോലെ കയ്യടിതാ. ആരാണത്? അല്ല, പറഞ്ഞാൽ വിഷമമുണ്ടളിയാ. അല്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെ മനസ്സിലാവില്ല. അതാണ്. മനസ്സിലാവോ? കൊണ്ടാ മനസ്സിലാവോ എന്ന് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അല്ല, ഞാനൊരു സങ്കടം പറയാൻ വേണ്ടി വന്നതാണ്. സങ്കടം പറയാനാണ്. അപ്പൊ പിന്നെ ഇവിടെ എല്ലാവരും ആഘോഷിക്കുന്നു, കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 50 വർഷം തികഞ്ഞു. ഞാനും ഇതിലൊരു കലാകാരനായിരുന്നു, പാട്ടുകാരനായിരുന്നു, മിമിക്രി ആയിരുന്നു. പക്ഷെ ആരും എന്നെ ക്ഷണിച്ചില്ല. പക്ഷെ ക്ഷണിച്ചില്ലെങ്കിൽ എൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് ഞാൻ ക്ഷണിക്കാത്ത ഈ വേദിയിലേക്ക് ഞാൻ വരെയാണ്. അപ്പൊ ക്ഷണിക്കാത്ത വേദിയിലേക്ക് വരുന്ന എനിക്ക് നിങ്ങൾ അറിഞ്ഞൊരു കയ്യടി തരണ്ടേ? എനിക്കിത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. കയ്യടിയൊക്കെ മേടിക്കുന്ന കൊള്ളാം, പക്ഷെ ഇവിടെ ക്ഷണിക്കാത്ത ആരും ക്ഷണിച്ചില്ല. ക്ഷണിക്കാത്തെന്ന് പറഞ്ഞാൽ ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്നത് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള, ഞാൻ പാട്ട് പാടിയിട്ടുള്ള, ഞാൻ മിമിക്രി ചെയ്തിട്ടുള്ള ഒരു വേദിയാണ്. പക്ഷെ എന്നെ ആരും വിളിച്ചിട്ടില്ല. എനിക്കതിൽ സങ്കടമില്ല, എനിക്കതിൽ പ്രശ്നമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഓരോ ആർട്ടിസ്റ്റുകൾക്കും എന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിക്കാത്തതിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാനത് ചോദിക്കാതെ ഞാൻ കയറി വന്നു. എനിക്കത് വിഷയമല്ല. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ ഓരോ ആർട്ടിസ്റ്റുകളും എൻ്റെ അടുത്ത് ചെയ്തത് ശരിയല്ല. കാരണം നമ്മൾ ഒരുമിച്ച് അതെ വേറെ കാര്യം. ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ഒരുപാട് വർഷം പഴക്കമുള്ള ഈ ബ്ലൂ ഡയമണ്ട്സിൽ തന്നെ ഉള്ള നമ്മുടെ കലാകാരന്മാരാണ്. ഇവരാരും ചേട്ടാ പരിചയമുണ്ടോ? ഇല്ലല്ലോ. പറയില്ലെന്ന്. അത് ഈഗോ അടിച്ചിരിക്കുന്നു, പറയില്ലത്. അതൊക്കെ ഈഗോ അടിച്ചിരിക്കുന്നു, പറയില്ല. ഞാൻ ഇവരെ എത്രയോ ഗാനമേള സ്ഥലത്ത് നിന്ന് പാട്ട് പാടി മിമിക്രി ചെയ്ത് ഇവരെ രക്ഷിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണെന്ന് അറിയാമോ? ബ്ലൂ ഡയമണ്ട്സ്. എനിക്ക് വേറെ ഇതിന്റെ മുതലാളി അടുത്ത് പറയുന്നത്, എനിക്ക് വേറെ ഒന്നും തരണ്ട, എനിക്ക് സ്വർണ്ണമൊന്നും തരണ്ട. ഒരു തോർത്ത് എൻ്റെ കഴുത്തിലിട്ടുന്നത് എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ എനിക്ക് അതൊക്കെ പാടാം. പക്ഷെ എനിക്കതിൽ വിഷമമുണ്ട്. എന്നെ വിളിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ വിഷമം നമുക്ക് ഇവിടെ പരാതിയായിട്ടോ നമുക്ക് പരിഹരിക്കാം. ഓട്ടെ, ഇവിടെ നമുക്ക് പരിഹരിച്ച് തീർത്താ പോരെ? പരിഹരിച്ച് തീർത്താൽ മതി. പരിഹരിച്ച് തീർത്താൽ മതി. പാട്ടാന്ന് പറഞ്ഞാൽ പാട്ട് പാടുകാരും ചെയ്തുകൊണ്ടിരുന്നത്. പാട്ട് പാടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പരമവാർത്തയുള്ള രഹസ്യമുണ്ട്. ഇവിടെ പാടുന്ന സകലമാന ക്ലാസിക്കൽ സോങ്ങും ഇവിടെ ഗായകരൊന്ന് ലിപ്പ് വെച്ച് ചെയ്യണം. അതായത് വാഹനൊക്കെയാണ്. ഞാൻ അപ്പുറത്തോട്ട് മാറി ഒരു ബോക്സിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ പാടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് സത്യസന്ധമായിട്ട് അവസാനം ഈ 50 വർഷം തികയുന്ന സമയത്ത് ഞാൻ നിങ്ങളടുത്ത് പറയാണ്, ഇവിടെ ഇവർ പാടുന്ന പാട്ട് ഇവർ ലിപ്പ് കൊടുക്കുന്നതാണ്, ഞാൻ അവിടെ സൈഡിൽ ഇരുന്ന് പാടുന്നതാണ്. അത് മാത്രമല്ല, ഇവിടെ തബല വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തബല വായിക്കും. ഞാൻ കീബോർഡ് വായിക്കും. ചില സമയത്ത് തബല വായിക്കാൻ അവർക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മാറി ഒരു സ്ഥലത്ത് മൂല കൊണ്ടുവന്ന് തബല വായിച്ച് ഞാൻ തിരിച്ചുകൊണ്ട് വെക്കും. പിന്നെ മിക്സർ വർക്ക് ചെയ്യും. ആ ചേട്ടനൊക്കെ എന്നെ അറിയാം. പക്ഷേ അത് ഈഗോ അടിച്ചിട്ട് പറയാത്തത് കുഴപ്പമില്ല, സാരമില്ല. അത് എൻ്റെ അടുത്ത് ചെയ്തത് ശരിയായിട്ടില്ല. പക്ഷെ അത് തെളിയിക്കണം. പാട്ട് പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നത് പാടുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക. ഞങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല. ഞാൻ പാട്ടുകാരൻ. ഞാൻ ഈ ഇതല്ലോ നമ്മളെ ഹരിമുരളീരെ പോലെ 6ാം നമ്പരല്ല, ഹരിമുരളീരെ സിനിമയില് എൻ്റെ തബല വായിച്ച് ജാതി പാടി ഞാനല്ലേ? ജാതിയാ? അത് പാടി ഞാനല്ലേ? ജാതിയല്ല, ജതി. അത് പാടി ഞാനല്ലേ? അത് എൻ്റെ കൂടെ പാടാ ഒരാളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. വെള്ളമുണ്ട്, ജുബയാണ്, താടിയാണ് പുള്ളി. ഇപ്പം അമേരിക്കയിലും ഇപ്പം വെള്ളത്താടിയാണ്. യേശുദാസ്. ആ പയ്യൻ തന്നെ പാടി വന്നപ്പോൾ പുള്ളിക്കാരൻ അഭിപ്രായം. അതിപ്പോൾ അങ്ങനെയാണല്ലോ, കഷ്ടപ്പെടുന്ന ആൾ അഭിപ്രായം മേടിക്കുന്നത് വേറൊരാൾ.
അല്ലെ 6-ാം തമ്പുരാനിലെ ഹരിമുരളിയിനകത്ത് ആ മറ്റേ ജതി പാടിയ നിങ്ങളാണ്. ആ ഞാനാണ് പാടിയത്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കേൾക്കണം. അല്ല അന്ന് പാടിയതാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ കേൾക്കാമല്ലോ, കുഴപ്പമില്ല. തൊണ്ടെന്ന് ക്ലിയർ അല്ല, അത് കുഴപ്പമില്ല അല്ലേ, ഇപ്പൊ നമുക്ക് കേൾക്കാം. നമ്മൾ ഒരു കൈയടി കിട്ടിയാൽ നമ്മൾ പുള്ളി പാടും അല്ലേ? ആ കണ്ട കളയമുനേ നിൻ കവിളിൽ ചാർത്തും മബദാരി സരിത മകരിനിത മബദനി സരിക മകനി പദനി ദാണ്ടടക്കണ് തോണ്ടടക്കല്ല അവിടെ കടക്കണ് കൊണ്ടുകൊണ്ട തക്കട് തരികട 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 തരിയുടെ മാക്കട് താക്കണ് കൊണ്ടുകൊണ്ടുകൊണ്ട തരിയുടെ മാക്കട് താക്കണ് കൊണ്ടുകൊണ്ടുകൊണ്ടുകൊണ്ട തരിയുടെ മാക്കട് താണ്ട ഹൈവേയുടെ സൈഡിൽ കിടക്കണ കൊണ്ടുകൊണ്ട ദാണ്ട റോട്ടിൽ കിടക്കണ കൊണ്ടുകൊണ്ട കൊണ്ടുകൊണ്ടുകൊണ്ടുകൊണ്ടുകൊണ്ട. അതെ, ഈ കൊണുകുണുകുണ ഇനി വന്ന് ഈ കുണുകുണുകുണ മാത്രമേ ഉള്ളൂ. അത് എന്നെ ചില സ്ഥലത്ത് പാടുമ്പം ചില ഉപദേശം തരും. ചില ഉപദേശങ്ങൾ മുതുകത്ത് മുഴയേറ്റെടുക്കും, ടൈലോട്ടാലും പോകില്ല. ഇപ്പോഴാണ് ഏതാണ്ട് ആളെ പിടികിട്ടത്. അപ്പൊ ഇങ്ങനെയാണ് പാട്ട് പാടുന്നത്. അല്ല, ഞാൻ ഈ സെക്ഷനിൽ നിന്ന് മാറി. എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പൊ അടിച്ചു മാറ്റാണ്. അടിച്ചു മാറ്റി ഏത് പാട്ട് അടിച്ചു മാറ്റി? എത്രയോ പാട്ടുകൾ എനിക്ക് 1-2 പാട്ട് ഞാൻ പറയാം, പക്ഷെ ഒരുപാട് പാട്ട് അടിച്ചു മാറ്റാണ്. അതുകൊണ്ട് ഈ പാട്ടിന്റെ സെക്ഷനിൽ ഞാൻ മാറി. ഒരു പാട്ട് പറ. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് മഞ്ജുഭാഷിണി മണിയറ വീണ. ഇനി വേറൊരു പാട്ടുണ്ട്, വേറൊരു പാട്ടുണ്ട്. അടാ ആൾത്തോട്ട പൂപതി നാനടാ. കണ്ടാ ഒരു മ്യൂസിക് ഇത് മ്യൂസിക് ഇല്ല. അവർക്ക് ഒരു മ്യൂസിക് ചെയ്യാന്ന്, പക്ഷെ അവർക്ക് ഈഗോ ഒന്ന് തട്ടിക്കൊടു മ്യൂസിക് ഒന്ന് തട്ടിക്കൊടു. അത് കുഴപ്പമില്ല. അടാ ആൾത്തോട്ട പൂപതി നാനടാ അന്ത അമര പോട്ട പൂപതി നാനടാ. അതേത് പാട്ടാണ്? ഗണപതിക്കൊരു നാളികേരമയ്യപ്പ പമ്പ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. അതുകൊണ്ട് ഈ സെറ്റപ്പ് ഞാൻ അങ്ങനെ മാറി നിർത്തി. പിന്നെ ഇപ്പൊ ഞാൻ സിനിമയുടെ സ്റ്റോറി ആയിട്ട് പോവുകയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ കഥ പറച്ചിൽ, കഥയായിട്ട് പോവുകയാണ്. കഥ എഴുതുന്നുണ്ട് സിനിമയിലെ കഥ എഴുതുന്നു. അയ്യോ, ഫാസിൽ സാർ കുറച്ചും ഉണ്ടായിരുന്നു, പോയേ ഉള്ളൂ. പറഞ്ഞ എവിടെയെങ്കിലും പോയി പറഞ്ഞ. ഞാനിപ്പോ മലയാളത്തിലെ ഇപ്പോൾ ഒരു നല്ല പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമ, ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു സിനിമ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ പല ഡയറക്ടർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നു, പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു അടിച്ചു മാറ്റിക്കൊണ്ട് പോകണമെങ്കിലോ അന്ന് കണക്കാക്കിയിട്ട്. അല്ല, അത് ഇവിടെ നമുക്ക് ഒന്ന് പറയാൻ പറ്റും. അല്ല, അത് കഥ ഞാൻ രഹസ്യമല്ലേ ഇതൊക്കെ. അത് എന്നാലും നമ്മൾ ഇത്രയും പേരിലെ കേൾക്കുള്ളൂ, വേറെ ആരെങ്കിലും. അതെ, എന്നാലും നമ്മളെ ട്രൂപ്പിന്റെ 50 വർഷമല്ലേ. അപ്പൊ ഇവിടെ ഞാൻ പറയാം, ഇതൊരു ഗ്രാമീണ പശ്ചാത്തലമാണ്. നിരവധി തെങ്ങും പാടങ്ങളും അരുവികളും പുഴകളും റബ്ബർ തോട്ടമൊക്കെ ഉള്ള അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. സൂപ്പർ. ഈ ഗ്രാമീണ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. എവിടെയാണ് ആ ഗ്രാമം? അമേരിക്കയിൽ. ഈ ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വളരെ പാവപ്പെട്ട ദരിദ്രനായ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്. പഞ്ചായത്ത് മെമ്പറുണ്ടാവും. എന്താണ് മെമ്പറുടെ പേര്? ഒബാമ. ഒരു ദിവസം ഈ ഒബാമ റോഡ് സൈഡിൽ ഇങ്ങനെ മെറ്റിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജോർജ് ബുഷ് ഹെലികോപ്റ്ററിൽ ഒന്ന് ചോദിക്കും, എന്തൊക്കെയുണ്ട് ഒബാമ വിശേഷം? സുഗന്ധന്റെ മോളെ കല്യാണം കഴിഞ്ഞ് എവിടെ അയച്ചത്? ഇത് രണ്ടും പറഞ്ഞ് ഇവർ ഒന്ന് ഷർട്ടിങ്ങനെ കുത്തിപ്പിടിക്കുന്നു. ഈ സമയത്ത് ലണ്ടനിലുള്ള അണ്ടി ഓഫീസും ജോലിയും കഴിഞ്ഞ് മറിയക്കുട്ടി, അംബിക, സീന, തങ്കച്ചി, ശാന്ത ഇങ്ങനെ നടന്നു വരും. ഈ വഴക്ക് ശാന്ത കാണും. ശാന്ത ഓടിയെന്ന് പറയും, അണ്ണാ ജോർജ് അണ്ണ എന്താ പോണ ആവശ്യമില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എലിസബത്ത് രാജ്ഞിയും കൂടെ കാട്ടാക്കട മണികണ്ഠൻ്റെ ഇളയ മോളെ കല്യാണത്തിനോട്ട് വരുമ്പോൾ മറഡോണയും സച്ചിൻ ടെണ്ടുൽക്കറും കൂടെ ആനക്കൂപ്പിൽ ജോലിക്കും. അപ്പോൾ അവർക്ക് ഒരു 3 പൊറോട്ട, ഒരു മുട്ടക്കറിയും കുറച്ച് ഗ്രേവി മാറ്റി നിൽക്കുന്ന സമയത്ത് AR റഹ്മാന്റെ ഫോൺ വരും. ഇതാണ് കഥ. ഈ കഥ ആരോട് പറഞ്ഞാ പറഞ്ഞ? അവിടെ വെച്ചാണ് കട്ടപ്പ ബാഹുബലി കുത്തിക്കൊല്ലുന്നത്. ഇനി മേലാൽ ഈ കഥ ആരോടെങ്കിലും പറഞ്ഞ ഞാനായിരിക്കും നിന്നെ ആദ്യം കുത്തിക്കൊല്ലാൻ പോകുന്നു. മിമിക്രി കാണിക്കൊന്നല്ലേ പറഞ്ഞു? മിമിക്രി കാണിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്താൽ ഞാൻ പിന്നെ താരങ്ങൾ അനുകരിച്ചാൽ അത് മതി. അതാണ് നമ്മൾ കാണാനിരിക്കുന്നത്. ഞാൻ താരങ്ങൾ അനുകരിക്കാം. പക്ഷെ ഞാൻ താരങ്ങൾ അനുകരിക്കാം. കരിമീൻ പൊള്ളിച്ച കരിമീൻ പോലെ ഇരിക്കണല്ലേ? നല്ല ഡ്രസ്, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് താരങ്ങൾ അനുകരിക്കട്ടെ. ഞാനും സുരേഷും എന്റെ കൂട്ടുകാരൻ ഞാനും സുരേഷും കൂടെ ആയിട്ടാണ് താരങ്ങൾ അനുകരിക്കുന്നത്. അപ്പൊ ഈ സുരേഷ് ഇപ്പൊ കണ്ണൂർ ജോലിക്ക് പോയിക്കാണ്. കണ്ണൂർ ജോലിക്ക്. അപ്പൊ അവനും താരങ്ങൾ അനുകരിക്കും, ഞാനും അനുകരിക്കും. അപ്പൊ ഞാൻ 1-2 താരങ്ങൾ അനുകരിക്കട്ടെ. അപ്പൊ അനുകരിച്ചാൽ എനിക്ക് കൈയടി തരുമോ? അനുകരിച്ച കൈയടി തരും. നല്ലതാണ് ആൾക്കാർ. ഒരു മ്യൂസിക് വായിക്കോ? അപ്പൊ സുരേഷ് ഞാനുമായിട്ടാണ് ഒരുമിച്ച് താരങ്ങളെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ സുരേഷ് കണ്ണൂർ ജോലിക്ക് വയ്ക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്തേ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് രജനീകാന്ത് സാറിന്റെ. രജനീകാന്ത് നമ്മുടെ പടയപ്പയുടെ മ്യൂസിക് ഇല്ലേ? അപ്പൊ ശരി, അപ്പൊ ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, ഞാൻ അനൗൺസ് ചെയ്യാം. ആന്ധ്രാപ്രദേശിലെ ഒരു കണ്ടക്ടറായിരുന്ന അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയുടെ നായകനായി മാറി ഇന്ത്യയുടെ അഭിമാന ഭാജനമായി മാറിയ
ഇന്ത്യയുടെ മെഗാ സൂപ്പർ താരം ശ്രീ രജനീകാന്ത്. അണ്ണാ മ്യൂസിക് കേട്ടണ്ണ. അണ്ണാ എന്തെങ്കിലും ഉണ്ടോ? പടയപ്പട മ്യൂസിക് ഉണ്ടോ? റെഡി ആയിട്ട് നിൽക്കുകയാണ്. റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര ആവേശത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഈഗോ ഒന്നുമില്ല. ഒരു മ്യൂസിക് ഇട്ടോട്. ഇത് സുരേഷ് ചെയ്യും. എന്റെ ദൈവമേ, വന്നിങ്ങനെ നിൽക്കുന്ന സമയത്തെ കയ്യടിയാണ്. സുരേഷ് ഇത് ചെയ്യും. എന്റെ അപ്പോ ഭയങ്കര കയ്യടിയാണ് സുരേഷ് ചെയ്യും. എടാ സുരേഷ് ഇപ്പൊ എവിടെയാണ്? സുരേഷ് കണ്ണൂർ ജോലിക്ക് പോയിക്കുന്നത്. നിന്റെ വല്ലതും കൊണ്ടോ? അത് ഞാൻ പറയാൻ മറന്നുപോയി. ആ. എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി എന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ലാലേട്ടനാണ്. ലാലേട്ടൻ. മോഹൻലാൽ സാറ്. മോഹൻലാലിന്റെ പേര് കേൾക്കുമ്പോ തന്നെ നമ്മൾ കൈയടിക്കുമല്ലോ. അതെ, അപ്പൊ ലാലേട്ടനെ ചെയ്യും. മ്യൂസിക് പറയൂ. മ്യൂസിക് ഇത്തവണ ലാലേട്ടന്റെ മ്യൂസിക് നമ്മുടെ സാഗരയിലിയാസ് ആക്കി പിടിച്ചോ. എന്തെങ്കിലും മലയാളത്തിന്റെ അഭിമാന താരം, നടന വിസ്മയം, ദ കംപ്ലീറ്റ് ആക്ടർ, ഓരോ മലയാളിയുടെയും ജീവശ്വാസം, നമ്മുടെയൊക്കെ ചങ്കല്ല ചങ്കടിപ്പാണ് ശ്രീ മോഹൻലാൽ. ഇത് സുരേഷ് ചെയ്യും. എന്റെ ദൈവമേ, തോളും ധരിച്ചിങ്ങനെ വന്ന് നിന്നാ കയ്യടിയാണ്. ഒറ്റ കറക്കം കറങ്ങി കഴിഞ്ഞാൽ കയ്യടിയുടെ പൂരമാണ്. എടാ സുരേഷ് ഇപ്പൊ എവിടെയാണ്? സുരേഷ് കണ്ണൂർ ജോലിക്ക് പോയിക്കുന്നത്. എടാ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. യഥാർത്ഥത്തിൽ എനിക്ക് കയ്യടി കിട്ടുന്ന എന്റെ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? മമ്മൂക്കയാണ്. ഓ മമ്മൂക്ക. മോഹൻലാൽ കഴിഞ്ഞാൽ മമ്മൂക്കയാണ്. അപ്പൊ സുരേഷ് മോഹൻലാൽ ചെയ്തോണ്ടിരുന്നത്, നീ മമ്മൂക്കയാണ് ചെയ്യുന്നത്. അതെ, അതെ. ശരി, ഞാൻ മമ്മൂക്ക അനൗൺസ് ചെയ്യാം. CBI മമ്മൂക്ക. മലയാളത്തിന്റെ അഭിനയ വിസ്മയം 71 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ ജീവശ്വാസം ഇന്നും യൗവനമായി മലയാളത്തിൽ നിലനിൽക്കുന്നു. മലയാളത്തിന്റെ സൂപ്പർ മെഗാ സ്റ്റാർ ശ്രീ പത്മശ്രീ ഭരത് മമ്മൂട്ടി. ഇതാണ് സുരേഷ് ചെയ്യണത്. യഥാർത്ഥത്തിൽ ഞാൻ 5 കുത്തലേക്ക് എത്തിയോ, പക്ഷേ സുരേഷ് ഒറ്റ കുത്തിൽ തന്നെ കയ്യടി കിട്ടും. ഇനി നീ ഇവിടെ നിന്നാ നിന്നെ ഞാൻ കുത്തും. എടാ ഇപ്പൊ ഈ സുരേഷ് എവിടെയാണ്? സുരേഷ് കണ്ണൂർ ജോലിക്ക് പോയിക്കുന്നത്. എടാ നിന്നേക്കാ നന്നായി ചെയ്യുന്ന സുരേഷിന് കണ്ണൂർ ജോലി കിട്ടിയെങ്കിൽ നിനക്ക് അവന്റെ കൂട്ടത്തിൽ പണിക്ക് പോകൂടാ. ഇവിടെ എന്തിനാ നിൽക്കുന്നത്? കലാകാരന്റെ പേര് കളയാൻ. ഒരു കലാകാരനെ അധിക്ഷേപിക്കരുത്. നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് കയ്യടി തരാമെങ്കിൽ ഞാൻ ജാക്കി ചാന്റെ സൗണ്ടും കൂടെ പറയാം. ഞാൻ ഓടാ. എനിക്കൊരു മ്യൂസിക് ഇട്ട് തരുമോ? ഒരു മ്യൂസിക് ഇട്ടു. ഒരു മ്യൂസിക് ഇട്ടേ. ഒരു മ്യൂസിക് കണ്ട ചെയ്യില്ല അവർക്ക് ഈഗോ അടിച്ചിരിക്കണ്. ഒരു മ്യൂസിക് ഇട്ടേ. നിന്നെ എടുത്തോളാടാ ഞാൻ. ചേട്ടാ ഒരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് പ്രോപ്പർലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമ്മുടെ സ്വന്തം തങ്കു ദേ ഇവിടെ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞു. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ പരിപാടിയുടെ ഇടയിൽ കൂടെ അങ്ങനെ പറഞ്ഞതാണ്. ഒന്നുമില്ല, അവർ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഇടി ഉറപ്പ്. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു ട്രൂപ്പാണ്. ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടിയും ഒക്കെ ചെന്ന് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. എനിക്കൊരു അനുഭവം എനിക്ക് പറയാനുള്ളത്, ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങൾ ഒരു ട്രൂപ്പ് തുടങ്ങിയിട്ട് അത് എനിക്ക് തോന്നുന്നു 3 പാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ആ ഗാനമേള നിർത്തേണ്ടി വന്നു. അവസാനം ആ ഗാനമേളയ്ക്ക് അടിച്ച ബോർഡ് എൻ്റെ കക്കൂസിൻ്റെ കഥകായിരുന്നു. അതിന് ശേഷം ചേട്ടന് നാട്ടിൽ നിന്ന് മാറി ട്രിവാൻഡ്രത്തോട്ട് വന്ന് താമസമായി. ചേട്ടൻ ഇന്ന് മരിച്ചിട്ട് 2 വർഷം തികയുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത് 50 വർഷം എന്ന് പറയുന്നത് ചില്ലറയല്ല. ഇവിടെ നിൽക്കുന്നത് ഈ 50 വർഷത്തിൻ്റെ ഈ വാർഷികത്തിന് നിൽക്കുന്നത് ഒരു ഓസ്കാർ അവാർഡ് വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരു ആവേശത്തോടുകൂടി ആണ് ഞാൻ നിൽക്കുന്നത്. വളരെ സന്തോഷം. ഇനി നമ്മൾ കാണുന്നത് ഇതിൻ്റെ 100ാം വർഷത്തിലേക്കായിരിക്കും. ഇത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ സുനീഷയുടെ. ഒറ്റ സെക്കൻഡ് കാര്യം, ഈ ഒരു ഷോയുടെ മുഴുനീളം വരെ നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾക്ക് വേണം കേട്ടോ. പാട്ടായിട്ടോ ഡാൻസ് ആയിട്ടോ കോമഡി ആയിട്ടോ എന്തെങ്കിലും വേണം. കാരണം തങ്കച്ചൻ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആണുങ്ങൾ അതുപോലെ തന്നെ ചേച്ചിമാർ ഇവിടെയുണ്ട്. ക്രോണിക് ബാച്ചിലർ ആണ്. ലേഡീസ് പ്ലീസ് നോട്ട്. ഇത് ബ്ലൂ ഡയമണ്ട്സിന്റെ 50ാം വർഷമാണ്, അല്ലാതെ എന്റെ കല്യാണാലോചനയല്ലത്. അല്ല എന്നാലും നടക്കുമ്പോ ചേട്ടാ ഒരു വഴിക്ക് പോവല്ലേ നമ്മള്. ചുമ്മാ കേട്ടോ, ജസ്റ്റ് ഫോർ ഫൺ. ഞങ്ങൾക്ക് ഭയങ്കര ചക്കുടുമായിട്ടുള്ള ഒരാളാണ് തങ്കച്ചൻ ചേട്ടൻ. അപ്പൊ എന്തായാലും പാട്ട് ഡാൻസ് മറക്കണ്ട. ഇല്ലല്ല,
തീർച്ചയായിട്ടും വരുന്നതിന് ഓരോരോ ഗ്യാപ്പുകളിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു. അതിന് ഒരു മുമ്പ് സുനീഷ് ചേട്ടൻ ഒരു വലിയ കയ്യടി കൊടുക്കണം. കാര്യം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഭാഷ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സല്യൂട്ട് ടു ദിസ് ഗ്രേറ്റ് മാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.